അറിയോ, എല്ലാവർക്കും നമസ്കാരം. ചിന്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യമായിട്ട് സംശയമായിട്ട് വന്നിട്ടുള്ളത് ഈ ബ്രാഹ്മണൻ്റെ ലക്ഷണം എന്താണ്, വേദത്തിൽ പറയുന്ന ബ്രാഹ്മണൻ ആരാണ്, ഈ ജാതി ബ്രാഹ്മണനും തമ്മിലുള്ള ബന്ധം, അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ജനിക്കേണ്ടതുണ്ടോ, അങ്ങനെ ജനിക്കണോ, പശു തുടങ്ങിയിട്ടുള്ള കുറേ ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാറ്റിനും കൂടെ ഒരു എന്താ പറയുക, പ്രമാണങ്ങളിൽ നിന്ന് ഉത്തരം നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും ഈ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിക്കാറുള്ളത് പോലെ ഇത്തരം ശബ്ദങ്ങൾ, ഇപ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഭക്തൻ, ജ്ഞാനി, യോഗി, ഇതെല്ലാം തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ എന്താ പറയുക, ഒരുപാട് നമുക്കതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നതിന് യാതൊരു കയ്യും കണക്കുമില്ല. അതായത് ഓരോരുത്തർക്കും തോന്നിയ നിർവചനങ്ങളാണ്. അപ്പോൾ ശാസ്ത്രത്തിൽ എന്തെങ്കിലും ഇതിന് പ്രമാണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രമാണങ്ങൾക്കനുസൃതമായിട്ടാണോ ഇത് ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്? അതിനൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിങ്ങളോട് പറയുന്നത് പ്രമാണത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നമുക്ക് ഈ വീടിൻ്റെ പ്രമാണമൊക്കെ പരിചയമുള്ളൂ. അതുകൊണ്ട് ഇത് ഈ ചോദ്യമുണ്ട്. ഈ ചോദ്യം പണ്ടേ ഉള്ളതാണ്. പണ്ട് തന്നെ ഈ ചോദ്യം വന്നിട്ടുണ്ട്. ആരാണ് ബ്രാഹ്മണൻ? അല്ലെങ്കിൽ ഈ മറ്റ് വർണ്ണങ്ങളെടുത്താൽ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ബ്രാഹ്മണന് ഇത്ര കേമം എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ സുഖമായിട്ടിരിക്കട്ടെ എന്നൊക്കെ വൈദിക പ്രാർത്ഥന വരുന്നത്? ഇപ്പോൾ ഒരു വേദത്തിലെ ഒരു പ്രാർത്ഥനയാണ്, സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു കാലേ വർഷതു പർജന്യഃ പൃഥ്വീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിതഃ ബ്രാഹ്മണാ സന്തു നിർഭയാഃ സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതൊക്കെ വൈദിക ശാന്തി മന്ത്രങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ശാന്തി മന്ത്രങ്ങളുടെ താല്പര്യം? എന്തുകൊണ്ടാണ് ശാന്തി മന്ത്രങ്ങളിൽ ബ്രാഹ്മണൻ സുഖമായിരിക്കണം, പശുക്കൾ സുഖമായിരിക്കണം എന്നൊക്കെ പറയുന്നത്? നോക്കൂ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് പറയുന്ന ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി ബ്രാഹ്മണനുമായിട്ട് വേദത്തിൽ പറഞ്ഞിട്ടുള്ള വൈദിക പ്രാർത്ഥനയിൽ പറയുന്ന ബ്രാഹ്മണന് ഒരു ബന്ധവുമില്ല. ആ ബ്രാഹ്മണൻ്റെ ഈ പറഞ്ഞ ജാതി ബ്രാഹ്മണൻ സുഖമായിരിക്കണം എന്നുള്ള കാര്യമാണോ പറഞ്ഞത്? അല്ല. എന്തെങ്കിലും അതിന് വല്ല തെളിവോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഇനി വേറെ ആരെങ്കിലും ഇങ്ങനെ പറയുകയാണ്, എന്താണ്, ഇപ്പോൾ പ്രാർത്ഥന കേട്ടിട്ട് ഒരുത്തൻ വേറൊരു വിധത്തിൽ നനച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഒരുത്തൻ പ്രാർത്ഥിക്കുക, എന്നെ കേക്കുമാറാകണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു കേക്കുമാർ എന്ന് പറഞ്ഞ ധനികനുണ്ട്, അവനെപ്പോലെ ആക്കണേ ഒരാൾ പ്രാർത്ഥന കേൾക്കുന്നത്. അങ്ങനെയല്ല.
എന്നാൽ കേക്കുമാറാക്കാൻ പറ്റിയില്ലേ ഒരു കാക്കുമാറെങ്കിലും കാൽക്കുമാറെങ്കിലും ആക്കണേന്നാ. ഒരു ആ കേക്കുമാറിൻ്റെ ഒരു പകുതി കാലെങ്കിലും ആക്കണം, അത്ര പറ്റിയിട്ടില്ലെങ്കിലും. അതാണോ അതിൻ്റെ താല്പര്യം എന്ന് ചോദിച്ചാൽ അതല്ല. ഇപ്പോൾ സ്വസ്തി വാചകം, എന്താ സ്വസ്തി വാചകത്തിൻ്റെ താല്പര്യം? സ്വസ്തി പ്രജാഭ്യ, ആദ്യം തന്നെ പ്രജകൾക്കൊക്കെ സ്വസ്തിയായിരിക്കട്ടെ എന്നാ. എല്ലാ പ്രജകൾക്കും, എല്ലാവർക്കും. ആര് പിന്നെന്താണ്? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം, ഇവരെയൊക്കെ നന്നായി പരിപാലിക്കട്ടെ. ആര്? സകല പ്രജകളെയും നന്നായി പരിപാലിക്കാൻ ആർക്ക് സാധിക്കട്ടെ? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം, എല്ലാ പ്രജകളും പരിപാലിക്കപ്പെടട്ടെ. അവരൊക്കെ പരിപാലിക്കപ്പെടണമെങ്കിൽ എന്തു വേണം? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷ. മഹിമഹീഷ, മഹി ഭൂമി, മഹീഷൻ ഭൂമിയെ ഭരിക്കുന്നവൻ, രാജാക്കന്മാർ. അപ്പോൾ ഭരണാധികാരികൾ, മഹീഷന്മാർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ. മഹിമഹീഷാഹ, ഭൂമിയെ പരിപാലിക്കുന്ന മഹീഷന്മാർ, ഭരണാധികാരികൾ. ന്യായേന മാർഗേണ, ന്യായമാർഗത്തിൽ, ധാർമ്മികമായ വഴിയിലൂടെ നമ്മുടെ ജനങ്ങളെ പ്രജകളെ പരിപാലിക്കാനും ന്യായമാർഗത്തിലൂടെ അവർക്ക് ചരിക്കാനും സാധിക്കട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. പശുക്കൾ സുഖമായിരിക്കണം. എന്തിനാണ് പശു സുഖമായിരിക്കണം എന്ന് പറയുന്നത്? പഴയ ഒരു നമ്മുടെ നാടിൻ്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ പശുവാണ് സമ്പത്ത്. ഇന്നും ഒരു രാജ്യത്തിൻ്റെ, നമ്മുടെ രാജ്യം ഈ പറഞ്ഞ ക്ഷീരോൽപ്പന്നത്തിൻ്റെ, ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ, അതിൻ്റെ ബൈ പ്രോഡക്റ്റിൻ്റെ ഒരു വലിയ എന്താ പറയുക, കുത്തകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഡയറി ഫാമിൻ്റെയൊക്കെ ഈ അമുലൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നല്ല ഡിമാൻഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടുത്തെ ഷോറൂമുകളിൽ, ഗ്രോസറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അമൂലിൻ്റെ പ്രോഡക്റ്റുകളുണ്ട്. അമൂലിൻ്റെ ഈ പനീർ, ചീസ്, അതുപോലെ ബട്ടർ തുടങ്ങിയിട്ടുള്ള മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. നമുക്കറിയാലോ, ഇന്ത്യ അതിൽ വളരെ മുന്നിലാണ്. അമുൽ എന്ന് പറയുന്ന ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, വർഗീസിൻ്റെ അല്ലേ, അതിനെ ഒരു വലിയ സംഘടനയൊക്കെ ആക്കി, അതിനെ വലിയ വൻ സംഭവമാക്കിയിട്ട്, അങ്ങനെ എത്ര ചെറുകിട നമ്മുടെ കേരളത്തിലെ മിൽമ. അതുപോലെ ഓരോ നാട്ടിലും ഉണ്ട് എന്താ പറയുക, ഈ ഡയറി ഫാമുകൾ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മെയിൻ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ കൃഷി ചെയ്യുന്നതിനും അതിൻ്റെ ആവശ്യമുണ്ട്. വളം ഉൽപ്പാദിപ്പിക്കുന്നതും മൂപ്പര് തന്നെയാണ്, പശുവാണ്. എന്നിട്ട് അതിന് വൈക്കോലും എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, ഈ കാടിവെള്ളവും കൊടുത്ത്, അങ്ങനെ ഒരു പരസ്പര ഭാവനയിൽ നമ്മൾ പോയിരുന്നതാണ്. അപ്പോൾ പശുക്കൾ പശുക്കൾ സുഖമായിരിക്കണം. എന്നാലേണ് എന്തെങ്കിലും, അത് അന്നത്തെ ഏറ്റവും ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ് പശു എന്ന് പറയുന്നത്. പശു സുഖമായിരിക്കണം. ബ്രാഹ്മണൻ സുഖമായിരിക്കണം. എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ സുഖമുണ്ടെന്ന് പറഞ്ഞാൽ, ഈ ബ്രാഹ്മണൻ സുഖമായാലേ ബാക്കിയുള്ളവരൊക്കെ സുഖമാവുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ ഉപദേശികളൊക്കെ ഇവരാണ്. രാജാക്കന്മാർക്ക് കൃത്യമായി ധർമ്മം ഉപദേശിക്കുന്ന ആളുകൾ. അവരെ കുറേ പേരെ അവിടെ വിളിച്ച് ഇരുത്തും. വെറുതെ ഇങ്ങനെ ശാപ്പാട് കഴിച്ചിരിക്കുന്ന ആളുകളല്ല. ആ സങ്കല്പം അതല്ല. നമ്മൾ അങ്ങനെയുള്ളവരെയൊക്കെ കാണാം. അതുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. എന്തായാലും ഇതിൽ ബ്രാഹ്മണനെ പറയാൻ പോവുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ സുഖമായിരിക്കണം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷ. മഹീഷന്മാർക്ക്, ഭരണാധികാരികൾക്ക് നന്നായി ഭരിക്കാൻ അവർക്കതിന് സാധിക്കട്ടെ. ഒക്കെ സ്വസ്തിയാണ്, ഇവർക്കൊക്കെ സാധിക്കട്ടെ.
നമ്മൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ, നന്നായി ഭരിക്കാൻ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം അടുത്ത പ്രാവശ്യം. ഒരു പ്രാർത്ഥനയാണ്, നന്നായി ഭരണം നടത്താൻ സാധിക്കട്ടെ. അതുപോലെ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം, എല്ലാവർക്കും ശുഭം ഉണ്ടാകട്ടെ, ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സമസ്ത ലോകവും, സമസ്ത ലോകം എന്ന് നമ്മൾ ഇന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണ് അർത്ഥം എടുക്കുന്നത്? അങ്ങ് തൊട്ടടുത്ത് പാകിസ്ഥാനിലും പിന്നെ ചൈനയിലും ഈ പറഞ്ഞ ലോകരാജ്യങ്ങൾ എന്നൊക്കെ ഉള്ള നിലയിലല്ലേ. എന്നാൽ അതുമാത്രമല്ല, ലോകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ലോക്യതേ ഭുജ്യതേ ഇതി ലോകഹാന. ലോകം എന്ന് പറഞ്ഞാൽ അനുഭവ മണ്ഡലങ്ങളാണ് ലോകം. നമുക്ക് 3 അനുഭവ മണ്ഡലങ്ങളുണ്ട്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന അനുഭവ മണ്ഡലം. അതല്ലാതെ ഈ ജാഗ്രത്തിൽ തന്നെ ഓരോ അനുഭവ മണ്ഡലങ്ങളുണ്ട്. അതാണ് നമ്മൾ തന്നെ അതിനെ അങ്ങനെയാണ് വ്യവഹരിക്കാറ്. നമ്മൾ പറയും അതൊക്കെ വല്ലാത്തൊരു ലോകമാണ്, അപ്പം നമുക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പം എന്താ അങ്ങനെയുള്ള അനുഭവ മണ്ഡലങ്ങളാണ്. അതോ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? അണ്ടർവേൾഡ് എന്ന് പറയില്ലേ, അതൊക്കെ അണ്ടർഗ്രൗണ്ട് പരിപാടിയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ ഒഴിക്കുക എന്നുള്ളതാണോ? അല്ല, അധാർമിക പ്രവർത്തനങ്ങളാണ്. മറ്റേ ഊർധ്വലോകം, മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ അനുഭവ മണ്ഡലങ്ങളെന്ന്. ഇനി അതല്ല, ഇനി ലോകം എന്ന് പറഞ്ഞാൽ ഇനി ഏതൊക്കെ ഉപഭൂഖണ്ഡങ്ങൾ, എവിടെയൊക്കെ ആരൊക്കെ ജീവജാലങ്ങളുണ്ടോ അവരൊക്കെ സ്വസ്ഥമായിരിക്കട്ടെ. സ്വസ്തി മന്ത്രങ്ങളിൽ സ്വസ്തി വാചകം ചൊല്ലുമ്പോൾ ഇങ്ങനെ ഓരോന്നിനും എടുത്തു ചൊല്ലാറുണ്ട്. സൂര്യൻ സ്വസ്തി, സ്വസ്തി, സൂര്യന് സ്വസ്തി. ONV കുറുപ്പ് സാറിൻ്റെ ഒരു ഗംഭീര കവിത ഉണ്ടല്ലോ, സ്വസ്തിയുണ്ട്. ഭൂമിക്ക് സ്വസ്തിയുണ്ട്, വായുവിന്, ജലത്തിന്, ഇവർക്കൊക്കെ സ്വസ്തി വാചകം ചൊല്ലാറുണ്ട്. ഇതൊക്കെ സ്വസ്ഥമായി ഇരുന്നാലേ നമുക്ക് സ്വാസ്ഥ്യം കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ എന്താ പറയുക, സങ്കുചിതമാക്കുകയല്ല, എന്നെ വലുതാക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആ ക്ഷേമം ഞാൻ കാക്ഷിക്കുന്നു. അവരുടെ സ്വസ്തി എൻ്റെ സ്വസ്തിയൂടെയാണ്. എനിക്ക് പേഴ്സണൽ ഒരു സ്വസ്തി വാചകമില്ല. ഞാൻ മറ്റുള്ളവർ അങ്ങനെ എല്ലാവരും സ്വസ്തി ചൊല്ലുന്നത്. അപ്പം ഞാൻ സുഖമായിരിക്കട്ടെ എന്ന് നിങ്ങൾ വൈദിക പ്രാർത്ഥനയിൽ കേൾക്കുകയില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന ഈ നമ്മുടെ ഇതിൽ എനിക്ക് സുഖം കിട്ടണേ, എനിക്ക് സുഖം കിട്ടണേ, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുട്ടികൾക്കും, അങ്ങനെ കാണില്ല, എവിടെയും കാണില്ല. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ സഹ, ഒരുമിച്ച് എന്നാണ്. ഒരുമിച്ച്. അപ്പോൾ വെവ്വേറെ പറയുകയാണെങ്കിലോ, ഈ ഇന്നെന്ന എല്ലാ ജീവജാലങ്ങളും ഈ ഘടകങ്ങളെല്ലാം തന്നെ പിന്നെ എന്താ പറയുന്നത്? കാലേ വർഷതു പർജന്യ, സമയാസമയം മഴ പെയ്യട്ടെ. കാലേ വർഷതു പർജന്യ, പൃഥ്വി സസ്യശാലിനി, ഭൂമിയിലും സസ്യലോകവും ഒക്കെ സ്വസ്തിയായിരിക്കട്ടെ. കാലേ വർഷതു പർജന്യ പൃഥ്വി സസ്യശാലിനി. ദേശോയം ക്ഷോഭരഹിത, അയം ദേശ, ഈ ദേശം ക്ഷോഭരഹിതമാകട്ടെ. സ്വയം ക്ഷോഭരഹിത. സർവേഷാം സ്വസ്തിർഭവതു, എല്ലാവർക്കും സ്വസ്തി. സർവേഷാം മംഗളം ഭവതു, എല്ലാവർക്കും മംഗളം. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമായിരിക്കട്ടെ. സർവേ സന്തു നിരാമയാഃ, ആർക്കും ഒരു തരത്തിലുള്ള ഭയപ്പാടും ഇല്ലാത്തവരായിരിക്കട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദിദൈവിക ആദിഭൗതിക ശാന്തി ഉണ്ടാവട്ടെ. ഇതാണ് ശാന്തി മന്ത്രത്തിൻ്റെ താല്പര്യങ്ങൾ. ആ ശാന്തി മന്ത്രം ഒരു സങ്കുചിതമായ തലങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് ഒരു വൈദിക ശാന്തി മന്ത്രവും കാണില്ല. പിന്നെ അതൊക്കെ ഓരോരുത്തർ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. സമൂഹത്തിൽ ഓരോരോ സന്ദർഭങ്ങളിൽ ഇതൊക്കെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അത് കത്തി എങ്ങനെയാണോ ഡോക്ടർ നമ്മുടെ ജീവൻ രക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്, ഒരു കൊലപാതകി എങ്ങനെയാണ് ആളുടെ ജീവൻ എടുക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കത്തി നിരപരാധിയാണ്. അതുകൊണ്ട് കത്തിയെ നിരോധിക്കണം എന്ന് പറയുന്നത് പോലെയാണ് നമ്മളിത്. അപ്പോൾ ശരിക്ക് നമ്മളിതിൽ പറയുക ഈ കത്തി ആരുടെ കയ്യിൽ ഇരിക്കുന്നു എന്ന്. അപ്പോൾ അത് ആ ഒരു വീണ്ടും വിചാരം നമുക്കുണ്ടാവുന്നത് നല്ലതാണ്. ഇനി ഇവിടെ ചോദ്യമാണ്. എന്താ ചോദ്യം? ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളതാണ്. ഇതെവിടെയാണ് ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത്? ആധികാരികമായി പറഞ്ഞ ഒരു കൊച്ചു ഉപനിഷത്ത് തന്നെയുണ്ട്, ചെറിയ ഉപനിഷത്ത്. ആ ഉപനിഷത്തിൻ്റെ പേര് വജ്രസൂചികം എന്നാണ്, വജ്രസൂചികോപനിഷത്ത്.
വജ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം എന്നാണ്. സൂചി എന്ന് പറഞ്ഞാൽ അത്ര ഷാർപ്പായിട്ടുള്ളതാണ്. അപ്പം അത്ര ഷാർപ്പാണത്. അത്ര ഷാർപ്പായിട്ട് വെടിപ്പായിട്ട് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഉപനിഷത്താണ് വജ്രസൂചികോപനിഷത്ത്. എന്താണ് വജ്രസൂചികോപനിഷത്തിലെ വിഷയം? പറയാം. ചെറിയ ഉപനിഷത്താണ്. നമുക്ക് ഉപനിഷത്ത് വായിച്ചങ്ങോട്ട് പോവാം. ഓം വജ്രസൂചിം പ്രവക്ഷ്യാമി. ഇതാ വജ്രസൂചിയെക്കുറിച്ച് ഞാൻ പറയാം. അഹം പ്രവക്ഷ്യാമി, ഞാൻ പറയാം എന്ന് ഋഷി പറയാ, ഉപനിഷത്ത് ഋഷി. ശാസ്ത്രമജ്ഞാനഭേദനം ഭൂഷണം ജ്ഞാനഹീനാനാം ഭൂഷണം ജ്ഞാനചക്ഷുഷാം. വജ്രസൂചിം പ്രവക്ഷ്യാമി. വജ്രസൂചികോപനിഷത്തിനെ കുറിച്ച് ഞാനിതാ പറയാൻ പോകുന്നു. എന്താണത്? അത് ശാസ്ത്രമജ്ഞാനഭേദനം. അത് അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ളതാ. അതേസമയം ഭൂഷണം ജ്ഞാനഹീനാനാം ഭൂഷണം ജ്ഞാനചക്ഷുഷാം. അതായത് ജ്ഞാനഹീനന്മാർക്ക്, അജ്ഞാനികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമുണ്ട് എന്ന് നടിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കെന്താണ്? ഭൂഷണമായി തോന്നും. വളരെ നന്നായിട്ടാണ് അത് പറയുന്നത്. അത് അവർക്കങ്ങനെ തോന്നും. പശ്യന്നഭിനച പശ്യതി മൂഢഃ, ശങ്കരാചാര്യരുടെ ഭാഷയിൽ പറഞ്ഞ, കാണുന്നു എന്നാ കാണുന്നില്ല. എന്നാൽ ഭൂഷണം ജ്ഞാനചക്ഷുഷാം, ജ്ഞാനികളെ സംബന്ധിച്ച് അത് എന്താണ്? ഭൂഷണമായിട്ടുള്ളതാ. മറ്റവർക്ക് കേവലം ഒരു അലങ്കാരമാണ്. ജ്ഞാനികളെ സംബന്ധിച്ച് അത് നല്ല ബോധ്യമുള്ള ഒന്നാണ്. എന്താണ് വജ്രസൂചികം പറയുന്നത്? പറയുന്നു, ബ്രഹ്മക്ഷത്രിയ വൈശ്യശൂദ്ര. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഇത് ചത്വാരോ വർണ്ണാശ്രമ. ഇങ്ങനെ 4 വർണ്ണാശ്രമങ്ങൾ. തേഷാം വർണ്ണാനാം, തേഷാം അവയിൽ, ആ വർണ്ണങ്ങളിൽ, ബ്രാഹ്മണ ഏവ പ്രധാന ഇതി, ബ്രാഹ്മണൻ പ്രധാനപ്പെട്ടവനാണ് എന്ന് വേദവചനാനുരൂപം സ്മൃതി അഭി ഉക്തം. വേദത്തിലും പറയുന്നു ബ്രാഹ്മണൻ കേമനാണ്, സ്മൃതിയിൽ പറയുന്നു ബ്രാഹ്മണൻ കേമനാണ് എന്ന്. തത്ര ചോദ്യമസ്തി. എനിക്ക് ഈ വിഷയത്തിൽ ഒരു ചോദ്യമുണ്ട് ഗുരോ എന്ന് ശിഷ്യൻ ഗുരുവിനോട്. അവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. അപ്പം എന്താണ് ആമുഖമായിട്ട് പറയുന്നത്? ഇതാ, വേദത്തിലും ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസ ഇത്യാദികളിലൊക്കെ എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് പറഞ്ഞതാണ്. ഇതിലൊക്കെ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് പറയുന്നു. അതിലെനിക്കൊരു ശങ്കയുണ്ട്, ഒരു ചോദ്യമുണ്ട്. തത്ര ചോദ്യമസ്തി. എനിക്കതിലൊരു ചോദ്യമുണ്ട്. കോവാ ബ്രാഹ്മണ നാമ. ആരാണ് ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ? നാമമാണോ ബ്രാഹ്മണൻ? കിം ജീവ. ഇനി ഇവൻ ജീവനാണോ ബ്രാഹ്മണൻ? ആരാണ് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നവൻ? ബ്രാഹ്മണൻ ആര്? കോവ, ഇവൻ ആരാണ്? കിം ജീവ. ആദ്യത്തെ ചോദ്യം, ഇവൻ ജീവനാണോ ബ്രാഹ്മണൻ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ജീവിയാണോ? അത് ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ? ഇതാണ് ചോദ്യം നമ്പർ 1. ജീവ. കിം ദേഹ. അത് ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ? ശരീരമാണോ ബ്രാഹ്മണൻ? ജീവനാണോ ബ്രാഹ്മണൻ? ശരീരമാണോ ബ്രാഹ്മണൻ? കിം ജാതിഹി. ഇനി ഏതെങ്കിലും ഒരു ജാതിയാണോ ബ്രാഹ്മണൻ? കിം ജ്ഞാനം. അറിവാണോ ബ്രാഹ്മണൻ? ജ്ഞാനി എന്ന് പറയുന്ന ജ്ഞാനം നേടിയ അവസ്ഥയാണോ ബ്രാഹ്മണൻ? കിം കർമ്മ. എന്തെങ്കിലും കർമ്മങ്ങൾ, ഈ കിണ്ടിയും വെള്ളവും പൂജയും സാമ്പ്രാണിയും ഒക്കെ പുകയ്ക്കുന്ന ഏതെങ്കിലും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കർമ്മങ്ങളായിട്ട് എന്തെങ്കിലും കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ബ്രാഹ്മണൻ? കിം ധാർമ്മിക ഇതി. ഈ ദാനധർമാദികളൊക്കെ ചെയ്യുന്ന, ഏർപ്പാട് ചെയ്യുന്ന, വലിയ ദാനാദി കാര്യങ്ങളൊക്കെ ഒരുപാട് പേരെയൊക്കെ സഹായിക്കുന്നു. നമ്മുടെ യൂസഫ് അലിയെ പോലെയൊക്കെ അങ്ങനെ കൊടുക്കുന്നു. അത് പല ധനികരും. അങ്ങനെ ആ ഗണത്തിൽപ്പെട്ടവരാരെങ്കിലും ആണോ ബ്രാഹ്മണൻ? ആരാ ബ്രാഹ്മണൻ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ജീവനാണോ എന്നല്ലേ നീ ചോദിച്ചത്? ഗുരു പറയുന്നു,
തത്ര പ്രഥമോ ജീവ ബ്രാഹ്മണ ഇതി ചേത് ന. തത്ര അവിടെ പ്രഥമ ഒന്നാമതായിട്ടുള്ള ചോദ്യം ജീവബ്രാഹ്മണ, ജീവനാണോ ബ്രാഹ്മണൻ എന്നാണ് നിന്റെ ചോദ്യം. നീ ചോദിച്ചല്ലോ ഇങ്ങനെ 4-5 ഗണത്തിൽ പെടുത്തിയിട്ട്, അതിൽ ജീവനാണോ മോനെ ജീവനാണോ എന്ന് ചോദിച്ചാൽ മോനെ ജീവനല്ല ബ്രാഹ്മണൻ. എന്തുകൊണ്ടെന്നാൽ അതീതാൻ അഗതാൻ ദേഹാനാം ജീവസ്യൈക രൂപത്വാത് ഏകസ്യാപി കർമ്മവശാത് അനേകദേഹ സംഭവാത് സർവശരീരാണാം ജീവസ്യ ഏകരൂപത്വാത് ച തസ്മാത് ന ജീവോ ബ്രാഹ്മണ ഇതി. മോനെ, ഈ ജീവൻ ബ്രാഹ്മണനാവാൻ വഴിയില്ല, ബ്രാഹ്മണനല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ജീവൻ എന്ന് പറയുന്നത് അതിന് അനേക ശരീരങ്ങളിലൂടെ അത് യാത്ര ചെയ്യുന്നുണ്ട്. അത് പലതിലും ഉള്ളതാണ്. അത് നായയാവും, കോഴിയാവും, ഇതൊക്കെ ഉണ്ട്. എല്ലാറ്റിലും ഉള്ളത് എന്താണ്? ജീവനാണ്. ജീവൻ എല്ലാറ്റിലും, സസ്യങ്ങളിലുണ്ട്, ഇതിലൊക്കെ ഉണ്ട് ജീവൻ. അതുകൊണ്ട് ജീവൻ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചാൽ ജീവൻ ബ്രാഹ്മണനല്ല. അത് പല എന്താ പറയുക, ശരീരത്തിലൂടെ. അതാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ 1 കോടി ഭാര്യമാരുണ്ടായിട്ട് ഒരു കുട്ടിയില്ലാത്ത ഒരു രാജാവിന്, ചിത്രകേതു എന്ന് പറഞ്ഞ രാജാവിന് ഒരു കുട്ടി ഉണ്ടായി. അവസാനം ആ കുട്ടി മരിച്ചു. കുട്ടിയെ കൊന്നു മറ്റുള്ള ഭാര്യമാർ, 1 കോടിയിലെ ബാക്കിയുള്ളവന്മാർ. അതീവ ദുഃഖിതനായ രാജാവിനെ എടുത്ത് നാരദരൊക്കെ വന്നു, അങ്കിരസ് ഋഷിയും നാരദരും വന്ന് ഈ കുട്ടിയെ ജീവിപ്പിച്ചു. അപ്പോൾ കുട്ടിയെ ജീവിപ്പിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, കുട്ടിയല്ല അതിൽ ഭാഗവതത്തിൽ പറയുമ്പോൾ ജീവ ഉവാചാണ്. അപ്പോൾ ഈ കുട്ടിയോട് നാരദരും അങ്കിരസും ഒക്കെ പറഞ്ഞു, മോനെ എഴുന്നേൽക്ക്, ഇതാ നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ കരയുന്നു, സുഹൃത്തുക്കളൊക്കെ കരയുന്നു, നീ എഴുന്നേറ്റിട്ട് ഇവരെയൊക്കെ സന്തോഷിപ്പിക്കൂ, അനേകകാലം ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഏത് അച്ഛൻ, ഏതമ്മ, ഏത് ജന്മത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ് നിങ്ങൾ പറയണത്? ഞാൻ നിങ്ങളൊരു സ്വർണം പണ്ടം ഒരു സ്ഥലത്ത് കടയിൽ വിൽക്കാൻ കൊടുത്താൽ അത് അവർ ഉരുക്കി വേറൊരാൾക്ക് കൊടുക്കും, അങ്ങനെ വിനിമയം നടക്കുന്നു. അപ്പോൾ അത് നിങ്ങളുടെയാണെന്ന്, അതിൽ നിങ്ങൾക്ക് എന്ത് ഉടമസ്ഥതയാണ് ഉള്ളത് എന്ന ഉദാഹരണമൊക്കെ ഈ ജീവൻ പറയും. അപ്പോൾ ജീവൻ പലതിലും പോയിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് ജീവനാണോ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ ജീവനല്ല ബ്രാഹ്മണൻ. എന്നാൽ പിന്നെ തർഹി ദേഹോ ബ്രാഹ്മണ ഇതി ചേത് ന. ഇനി അതല്ല, ദേഹമാണോ ബ്രാഹ്മണൻ? ഒരാളുടെ ദേഹമാണ് ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ മോനെ ദേഹമാണോ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ ന, അല്ല, ദേഹമല്ല. ഏതെന്നാൽ ആചണ്ഡാലാദിപര്യന്താനാം മനുഷ്യാണാം പാഞ്ചഭൗതികസ്ത്വേന ദേഹസ്യേകരൂപത്വാത് ജരാമരണധർമാധർമാദി സാമ്യദർശനാത് ബ്രാഹ്മണ ശ്വേതവർണ ക്ഷത്രിയോ രക്തവർണ വൈശ്യപീതവർണ ശൂദ്രകൃഷ്ണവർണ ഇതി നിയമാഭാവാത്. മോനെ, ഈ ദേഹം ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചാൽ ഈ ദേഹം ബ്രാഹ്മണനല്ല. എന്തുകൊണ്ടെന്നാൽ ഈ ചണ്ടാളൻ മുതൽ എന്ന് പറയുന്ന വകഭേദങ്ങളുള്ള എല്ലാ ദേഹങ്ങളും, ഏത് ശരീരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അതിനൊരു ഏകരൂപത്വമുണ്ട്. അതിൽ ജരാമരണ ആകുന്ന ജരയുണ്ട്, അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ ഭക്ഷ്യതേ വിനശ്യതി എന്ന് പറയുന്ന 6 വികാരങ്ങൾക്കത് വിധേയമാണ്. അതെല്ലാ ദേഹത്തിലും ഉണ്ട്. മാത്രമല്ല, ഈ ബ്രാഹ്മണൻ വെളുത്തവനാണ്, ക്ഷത്രിയൻ ചുവന്നവനാണ്, വൈശ്യൻ മഞ്ഞ നിറത്തിലുള്ളവനാണ്, ശൂദ്രൻ കറുത്തവനാണ് എന്നൊക്കെ പറയുന്നതേ മണ്ടത്തരാണെന്നാണ് പറയുന്നത്. ഇനി ഇതിലൊരു ഉഗ്രം ക്ലോസ് വെക്കുകയാണ്. ഈ ദേഹമാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ബ്രാഹ്മണന്മാരുണ്ട്. അവരറിയാൻ വേണ്ടിയിട്ട് ഉപനിഷത്ത് അതിഗംഭീരമായ ഒരു അടിയാണ് അടിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, പിത്രാദി ശരീര ദഹനെ
പുത്രാദീനാം ബ്രഹ്മഹത്യാദി ദോഷസംഭവാത് തസ്മാത് ദേഹോ ന ബ്രാഹ്മണ ഇതി. അതായത് അത് അതിഗംഭീരമായ പറച്ചിലാട്ടോ. എന്നാൽ ഈ ഇതിലെ മിക്ക ബ്രാഹ്മണന്മാരും പറയുന്നത് ഞങ്ങളുടെ ദേഹം, ഞങ്ങൾ തന്നെ, നിങ്ങളുടെ ദേഹവും, അതുകൊണ്ട് ദേഹമാണ് കാര്യം. അതുകൊണ്ടാണ് ദേഹണ്ണം എന്ന് പറയുന്നത്. ദേഹണ്ണം എന്ന് പറഞ്ഞാൽ വെപ്പിന് പറയുന്നതാണ്, പാചകത്തിനാണ് പറയുന്നത്. ദേഹണ്ണക്കാരൻ എന്നാണ് പറയുന്നത്. അത് താഴ്ന്നവനെയൊന്നും പറയില്ല. അങ്ങനെ നമുക്ക് ഈ താഴ്ന്നവൻ മേലുള്ളവൻ എന്നൊക്കെ വ്യവഹാരത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ യാതൊരു ആളും ഇല്ല. എന്തായാലും ദേഹമാണോ ബ്രാഹ്മണൻ? അല്ല. എന്തുകൊണ്ടെന്നാൽ ഇനി അങ്ങനെ ആരെങ്കിലും ദേഹമാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലോസ് അങ്ങോട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടില്ല. ഇതാണ്. അപ്പം ദേഹം, ശരീരമാണ് ഒരുത്തൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. ഇവൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ചിതയിലേക്ക് എടുത്തു വയ്ക്കും, അല്ലേ? കൊള്ളി വയ്ക്കും. തീക്കൊള്ളി വയ്ക്കുന്നതേ ആരാ? മകനാ, അല്ലെങ്കിൽ മക്കളെല്ലാവരും കൂടെ കൂടി വയ്ക്കും. അപ്പം എന്ത് സംഭവിക്കും? ബ്രഹ്മഹത്യാദി ദോഷ സംഭവാത്. ഇയാളെ ചുട്ടരിച്ച ദോഷം സംഭവിക്കേ, കാരണം ദേഹമല്ലേ. അപ്പം ഈ ദേഹത്തിന് തീ കൊടുത്തില്ലേ? ലോജിക്കുണ്ട്. അപ്പം ദേഹമാണെങ്കിൽ എന്തുണ്ട്? ബ്രഹ്മഹത്യാദി പാപമുണ്ട്. അച്ഛനെ കൊന്ന പാപമുണ്ട്. അച്ഛനെ എന്താ പറയുക, തീ കൊടുത്തു ഇല്ലാണ്ടാക്കി എന്ന് പറയുന്ന വലിയ പാപം സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടോ? അപ്പം ദേഹമല്ല. അപ്പം എന്തല്ല? ജീവനല്ല, ദേഹമല്ല. തർഹി ജാതിബ്രാഹ്മണ ഇതി ചേത്. ഇനി അതല്ല, ജാതിയാണോ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്? ഇനി അതല്ല, തർഹി ജാതി ബ്രാഹ്മണ ഇതി ചെയ്ത് അല്ല. അതുകൊണ്ട് ജാതി ആയിരിക്കുമോ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ തത്ര ജാത്യന്തര ജന്തുഷു അനേക ജാതി സംഭവാത് മഹർഷയ ബഹവഹ സന്ധി. ഈ പുരാണങ്ങളിലും ഒക്കെ ഈ മഹർഷിമാരൊക്കെ മാനിൽ നിന്ന് ജനിച്ചവർ, അതിൽ നിന്ന് ജനിച്ചവർ, പുല്ലിൽ നിന്നുണ്ടായവർ, കുടത്തിൽ നിന്ന് വന്നവർ, ചിതലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവർ, വാത്മീകത്തിൽ നിന്ന്, ഇങ്ങനെയൊക്കെ പല ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ജാതിയിൽ നിന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതിയുമല്ല. ഇപ്പം ജാതിയും കഴിഞ്ഞു. ഇപ്പോൾ ജീവനാണോ എന്ന് ചോദിച്ചാൽ അല്ല, ദേഹമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ജാതിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. തർഹി ജ്ഞാനം ബ്രാഹ്മണ ഇത് ചെയ്ത്. ഇനി അതല്ല, ജ്ഞാനമാണോ, ജ്ഞാനിയാണ് ഒരാൾ, അപ്പോൾ ഇവൻ ബ്രാഹ്മണനാകുമോ? ഇവ വെളുത്തവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യൂറോപ്യൻസ് ആയിരിക്കും ബ്രാഹ്മണന്മാർ. കാരണം നമ്മൾ വെള്ളക്കാരെന്ന് പറയുമല്ലോ, ഇംഗ്ലീഷുകാരെന്ന് പറയുന്ന. ഇവിടെയൊക്കെ അമേരിക്കക്കാരാണെങ്കിലും യൂറോപ്യൻ, ചൈനക്കാരൻ വരെ ഒക്കെ നല്ല എന്താ പറയുക, വെളുവിളാന്നുള്ളവരാണ്. അപ്പം ശരീരത്തിൻ്റെ വെളുപ്പ് ഈ ഭൂപ്രദേശവും സൂര്യരശ്മിയുടെ അതിൻ്റെ അനുപാതവും ഇത്തരം കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന, ആ ജീവജാലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസം മനുഷ്യരിൽ മാത്രമല്ല. ഈ ഇത്തരം തണുപ്പ് കൂടിയ സ്ഥലങ്ങൾ, അവിടെയുള്ള പശുവാണെങ്കിലും നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന പല പല എന്താ പറയുക ബ്രീഡുകളിലുള്ള വ്യത്യാസമാണ്. അത് മനുഷ്യരിലും ഉണ്ട്. നമ്മുടെ കണ്ണ് തുറന്നിരിക്കുന്നതിൻ്റെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ചൈന, എന്താ പറയുക, നേപ്പാൾ, ചൈന, അങ്ങനെ അങ്ങോട്ട് തിബറ്റ്, ചൈന, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അരുണാചൽ, ആ ഭാഗങ്ങളിലേക്ക് മാറുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ തമിഴ്നാട് മുതൽ ഇങ്ങനെ കേരളം അങ്ങനെ വരുമ്പോൾ നോർത്തിലേക്കൊക്കെ വരുമ്പം തന്നെ നമ്മുടെ ഫീച്ചേഴ്സിലുള്ള മാറ്റങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ആ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഭൂപ്രദേശത്തെ മനുഷ്യന് മാത്രമല്ല, പ്രകൃതി ജീവജാലങ്ങൾക്കെല്ലാം ഉണ്ടത്, ആ മാറ്റം കാണാൻ. അപ്പോൾ അതിനെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതാണെന്ന് കരുതരുത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തർഹി ജ്ഞാനം ബ്രാഹ്മണ ഇത് ചെയ്ത്. ഇനി അതല്ല, ജ്ഞാനമാണോ ഇവൻ്റെ ബ്രാഹ്മണനിൽ നിശ്ചയിക്കുന്നതെന്ന് ചോദിച്ചാൽ അതല്ല. എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയാദയ അഭി
പരമാർത്ഥദർശിനഃ അഭിജ്ഞാഃ ബഹവഃ സന്തി തസ്മാത് ന ജ്ഞാനം ബ്രാഹ്മണ ഇതി. ഈ ക്ഷത്രിയന്മാരെന്ന് പറയുന്ന രാജാക്കന്മാർ, ഈ ജനകനെ പോലെയൊക്കെ ഉള്ളവർ, മഹാജ്ഞാനികളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ പഠിച്ച് ഡോക്ടറേറ്റൊക്കെ എടുത്ത ജ്ഞാനികളാണ് ബ്രാഹ്മണരെന്ന് പറയണം. ഇപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാവാത്ത ബ്രാഹ്മണന്മാരുണ്ട്. അവർ ബ്രാഹ്മണനാണോ ചോദിച്ചാൽ അല്ല. അപ്പം ജ്ഞാനിയാണ് ബ്രാഹ്മണൻ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ജ്ഞാനമാർജിച്ചവനാണോ ബ്രാഹ്മണൻ? അല്ല. ഇപ്പം അവനും അല്ലേ. എന്നാൽ പിന്നെ ആരാണ്? തർഹി കർമ്മബ്രാഹ്മണ ഇത് ചെയ്ത്, ഇനി അതല്ല കർമ്മം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ ബ്രാഹ്മണൻ? അതുമല്ല. എന്തുകൊണ്ടെന്നാൽ സർവേഷാം പ്രാണിനാം, സർവേഷാം എല്ലാ പ്രാണി എന്ന് പറഞ്ഞാൽ പ്രാണനെ ധരിച്ചിട്ടുള്ളത് ആരൊക്കെയാണോ അവരെല്ലാം. ഇത് മറ്റൊരു പ്രയോഗമാണ്, പ്രാണി. ഇങ്ങനെ പ്രാണി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ടോ? ഈ ചില ശബ്ദങ്ങളാണ് നമുക്ക് ആകെ കൂടെ നമ്മളെ കുഴപ്പിക്കുന്നത്. പ്രാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാരണ എന്താ? ഇങ്ങനെ ഈ പ്രാണികൾ എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യരെ നമ്മൾ അതിൽ ഉൾപ്പെടുത്താറുണ്ടോ? ഇല്ലല്ലോ. പ്രാണികൾ എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ജീവജാലങ്ങളൊന്നുമില്ല. എല്ലാം പ്രാണനെ ധരിച്ചിട്ടുള്ളതാണ്. പ്രാണനെ ആരൊക്കെ ധരിച്ചിട്ടുണ്ടോ അവരൊക്കെ പ്രാണികളാണ്. ഇവിടെ പറയുന്നു പ്രാണിനാം, പ്രാണികൾക്ക് പ്രാരബ്ധ സഞ്ചിത ആഗാമി കർമ്മ സാധർമ്മ്യ ഈ പ്രാണികൾക്കൊക്കെ എന്താ പറയുക, 3 കർമ്മങ്ങളുണ്ട്. പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി. ഇതിന് സാധർമ്മ്യമുണ്ട്. അതായത് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മത്തിന് കാരണമായിട്ടുള്ള കർമ്മമാണ്. ആഗാമി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വാസനകളാണ് സഞ്ചിതം എന്ന് പറയുന്ന കർമ്മം. അപ്പം ഈ കർമ്മത്തിലെ ചക്രത്തിലെ 3 കർമ്മങ്ങളാണ് ഈ പ്രധാനപ്പെട്ട പ്രാരബ്ധവും ആഗാമിയും സഞ്ചിതവും. ഈ കർമ്മങ്ങളിൽ എല്ലാ പ്രാണികൾക്കും സാധർമ്മ്യമുണ്ട്, സാമ്യമുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറയുന്നവർക്ക് എങ്ങനെ പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും കർമ്മത്തിൽ പ്രത്യേകതകൾ, നമ്മൾ പറയുന്ന ഈ പൂജാതി കാര്യങ്ങളല്ല. അതുകൊണ്ട് കർമ്മവും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓരോന്നും ചെയ്യുന്നവർ ബ്രാഹ്മണനാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് കർമ്മം കൊണ്ട് ബ്രാഹ്മണനെ നിശ്ചയിക്കുന്നത് സാധ്യമല്ല. അപ്പോൾ പിന്നെ ആരാ ഇവൻ? തർഹി ധാർമ്മിക ബ്രാഹ്മണ ഇതി ചേത്, ഇനി അതല്ല ദാനധർമാദികളൊക്കെ ചെയ്യുന്നവനാണോ ബ്രാഹ്മണൻ? നേരത്തെ പറഞ്ഞ ആ ഗണത്തിൽ പെടുന്ന ആരെങ്കിലുമൊക്കെ ആണോ ബ്രാഹ്മണൻ? അതുമല്ല എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയാദയ ഹിരണ്യദാതാര ബഹവഃ സന്തി. ഈ ക്ഷത്രിയന്മാരിൽ തന്നെ സ്വർണം മുതലായിട്ടുള്ളതൊക്കെ ദാനം ചെയ്ത വലിയ വലിയ മഹാത്മാക്കളുണ്ട്, പലരും ഉണ്ട്. അവരൊക്കെ ഈ ദാനം ചെയ്തതുകൊണ്ട് ഒരുത്തൻ ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല. അപ്പോൾ എന്താണ് ഋഷി ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മുടെ പരമൻ പത്തനാപുരത്തിനെ പോലെ ഈ കഥ അങ്ങോട്ട് പറയാത്ത ബ്രാഹ്മണൻ ആരാണെന്ന് പറയും. തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞതുപോലെ ബ്രാഹ്മണൻ ആരാണെന്ന് പറയും. ഇതൊന്നും അല്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ആരാണ് ഈ ബ്രാഹ്മണൻ? അതാ പറയാം. ഇത് ഒടുക്കത്തെ മന്ത്രമാണ്. ആകെ 9 മന്ത്രങ്ങളേ ഉള്ളൂ. 9 മന്ത്രങ്ങളുള്ള ചെറിയൊരു കൊച്ചുപനിഷത്താണ് എന്ത്? വജ്രസൂചികോപനിഷത്ത്. അത് വജ്രം പോലെ, എന്നാൽ അത് സൂചിയും പോലെയാണ്. അവിടെ കുത്തിക്കയറ്റാണ് നമ്മുടെ ഉള്ളിലേക്ക്. തർഹി ഗോവാ ബ്രാഹ്മണ നാമ. അങ്ങനെയാണെങ്കിൽ ആരാണ് ബ്രാഹ്മണൻ? ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നവൻ ആരാണ്? ഇതൊന്നും അല്ലെങ്കിൽ യഹ കശ്ചിത് ആത്മാനം അദ്വിതീയം ജാതിഗുണക്രിയാഹീനം ഷഡൂർമി ഷഡ്ഭാവ ഇത്യാദി സർവദോഷരഹിതം സത്യജ്ഞാനാനന്ദരൂപം സ്വയം നിർവികൽപ്പം അശേഷം അകൽപാധാരമശേഷഭൂതാന്തര്യാമിത്വേന
വർത്തമാനഃ ബഹിശ്ച ആകാശവത് അനുസ്യൂതം അഖണ്ഡാനന്ദസ്വഭാവം അപ്രമേയം അനുഭവൈക്യം അപരോക്ഷജ്ഞാതയാഭാസമാനം കരതലാമലകവത് സാക്ഷാത് അപരോക്ഷീകൃത്യ കൃതാർത്ഥയാത് കാമരാഗാദിദോഷരഹിതഃ ശമാദിസമ്പന്നഃ ഭാവമാത്സര്യാദിതൃഷ്ണ മോഹാദിരഹിതഃ ദമ്പാഹങ്കാരാദി ഭൃഷ്ടചേതാ വർത്തത ഏവ മുക്തലക്ഷണയാ യഹ സ ഏവ ബ്രാഹ്മണ ഇതി ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസാദി അഭിപ്രായഃ അന്യഥാ ഹി ബ്രാഹ്മണ ഇതി സിദ്ധിർ ന അസ്തി ഏവ. സച്ചിദാനന്ദം ആത്മാനം അദ്വിതീയം ബ്രഹ്മഭാവയേതാത്മാനം സച്ചിദാനന്ദം ബ്രഹ്മഭാവേത് ഇതി ഉപനിഷത്. ആരാണിത്? എന്താ ഇപ്പോൾ സംഗതി? ഒന്നുമില്ല. ആരാണ് ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്യമാണ് ബ്രാഹ്മണൻ. ചുരുക്കി പറഞ്ഞ ഈ പറഞ്ഞ പൂണൂലൂട്ട് ഇങ്ങനെ കറക്കി നടക്കുന്ന ജാതി ബ്രാഹ്മണനെ കുറിച്ചാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയ ബ്രാഹ്മണൻ. അതിനിപ്പോൾ ഈ പറഞ്ഞ വേദഗ്രന്ഥങ്ങൾ എന്തു പഴച്ചു? ഇതുകൊണ്ട് പല ചൂഷണങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ കള്ളനോട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നല്ല നോട്ടിനെയും കള്ളനോട്ടെന്ന് പറയാൻ പറ്റും? അത് വേറെ. ആരാണ് ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ അദ്വിതീയമായിട്ട് രണ്ടില്ല എന്ന് ബോധ്യം വന്ന് ജാതി, ഗുണം, ക്രിയ ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന, പിന്നെയോ കാമ, ക്രോധ, മത, മോഹ, മാത്സര്യാദി ഇതിനെയൊക്കെ സർവദോഷരഹിതം ഇതിനെയൊക്കെ അകറ്റി നിർത്തിയിട്ടുള്ള സത്യജ്ഞാനാനന്ദ സ്വരൂപമായി സ്വയം മറ്റൊന്നിൻ്റെ ഒന്നിനെയും ആശ്രയിക്കാത്ത അപരോക്ഷാനുഭൂതിയെ അനുഭവിക്കുന്ന, സകല ഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ആ സത്യത്തെ സർവത്ര കണ്ട് അത് അനുഭവപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? അതെങ്ങനെ അനുഭവപ്പെട്ടിരിക്കുന്നത്? കരതലാമലകം, ഉള്ളൻ കയ്യിലെ നെല്ലിക്ക പോലെ എങ്ങനെയാണോ ആർക്കാണോ അനുഭവമുള്ളത്? കാമ, ക്രോധ, മത, മാത്സര്യാദികളൊക്കെ തന്നെ, തൃഷ്ണ, മാത്സര്യം, ആശ, ഇതൊക്കെ ആരാണോ വെടിഞ്ഞിട്ടുള്ളത് അവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അവൻ സുഖമായിരിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെ സംബന്ധിച്ച് മറ്റുള്ളവർ പ്രാർത്ഥിക്കണം എന്നുള്ള യാതൊരു ഇതുമില്ല. അവന് ദുഃഖമുണ്ടോ സുഖമുണ്ടോ അവൻ ഇതിനെയൊക്കെ വെടിഞ്ഞവനാ. എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിവർത്തിച്ചവനാ. അപ്പം അങ്ങനെ അതാണ് ബ്രാഹ്മണൻ. അവന് ഈ അച്ഛൻ ബ്രാഹ്മണൻ, അമ്മ ബ്രാഹ്മണൻ. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണങ്ങളിലൊന്നും പെടുന്നതല്ല. അതുകൊണ്ട് ഇത് ആർക്കും, നിങ്ങളിപ്പോൾ അടുത്ത ജന്മം ബ്രാഹ്മണനാകാൻ പ്രാർത്ഥിക്കുകയും അടുത്ത ജന്മം ബ്രാഹ്മണനാകണേ എന്നൊക്കെ പറയുന്നത് ഹിമാലയൻ മണ്ടത്തരാണ്, വിവരക്കേടാണ്. ഇതിൻ്റെ ലക്ഷണം അറിയാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നത് എന്താ വിചാരിക്കുന്നത്? അടുത്ത ജന്മത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു നമ്പൂതിരിയുടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും പല അതിൽ തന്നെ പല ഗണത്തിലും ഉണ്ടല്ലോ. തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളാണ് ഏറ്റവും കേമന്മാരെന്ന്. നമ്മൾ എന്താ പറയുക, ഈ പട്ടന്മാർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഈ ബ്രഹ്മസ്വ മഠത്തിൻ്റെയൊക്കെ ആൾക്കാർ, അവർ വേറൊരു വിഭാഗം. അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ പൂണൂലിട്ട വീട്ടിലെ ആളുകളുടെ പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് ആ ആളുടെ മകനായിട്ട് പൊട്ടനാണെങ്കിലും വേണ്ടില്ല ജനിക്കണം എന്നാണ് വേറൊരു പൊട്ടൻ ചിന്തിക്കുന്നത്. ഒക്കെ പൊട്ടത്തരം എന്നല്ലാതെ എന്താ പറയുക? നിങ്ങളങ്ങനെ ചിന്തിക്കുന്നതേ അബദ്ധമാണ്. അതുകൊണ്ട് ഇതിൽ കേമത്തരമൊന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ്. ഇപ്പം നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നവർ പലരും ഇല്ലേ, ഇപ്പോൾ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ബ്രാഹ്മണൻ്റെ പേരിൽ, നമ്പൂതിരിയുടെ പേരിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ?
പല്ല് തേക്കുന്ന പേസ്റ്റ് ഉണ്ട്, അച്ചാറുണ്ട്, കൊണ്ടാട്ടമുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബ്രാഹ്മണൻ്റെ വൃത്തി അതാണോ എന്ന് ചോദിച്ചാൽ അതല്ല. എന്താണ്? അതൊക്കെ വൈശ്യൻ്റെ ജോലി. വൈശ്യനാണ് വ്യാപാരാദികളൊക്കെ ചെയ്യുന്നത്. ഈ പറഞ്ഞ വജ്രസൂചികോപനിഷത്തിനെ സംഗ്രഹിച്ച് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് 18-ാം അധ്യായത്തിൽ. നമ്മളതപ്പോൾ പറയാം. അപ്പം ഗീത ഇപ്പോൾ ഇവിടെ ഗീതാജ്ഞാനയജ്ഞം നടത്തുന്നുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കേട്ടോളൂ. ഇതാ 4-ാം അധ്യായം വരാൻ പോവുക, അതിൽ വിസ്തരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരാണ് ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ആയിത്തീരേണ്ടവനാണ്. ആത്മാവ് തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപം. അത് രണ്ടില്ലാത്തതാണ്. അതാർക്കാണോ ഉറപ്പ് വന്നിട്ടുള്ളത്, ഏത് കയ്യിൽ നെല്ലിക്ക വെച്ചതുപോലെ, അവൻ ബ്രാഹ്മണൻ. അല്ലാത്തവനൊക്കെ പേരിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാഹ്മണൻ എന്നൊക്കെ വെക്കാം. അതിപ്പോൾ ആർക്കും ഗസറ്റിൽ പേര് മാറ്റാമല്ലോ. ഏത് പേര് വേണമെങ്കിൽ വെക്കാം. ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ ആരാ ചോദ്യം ചെയ്യാൻ പോണു? ഈ ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണ്യമൊക്കെ നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണന്മാർ പറയും, ഇവൻ അത് പോകുന്നു, കടൽ താണ്ടിയവൻ ശൂദ്രൻ എന്നാണ് ഇതേ ആൾക്കാർ പറഞ്ഞു. അതാണല്ലോ നമ്മുടെ വിഷ്ണുനാരായണ നമ്പൂരി സാറിനെ സാറ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ പോയി വന്നപ്പോൾ തിരുവല്ലം ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കയറാൻ സമ്മതിക്കാതെ ഉപരോധിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കടൽ താണ്ടിയ അപ്പോൾ ശൂദ്രനായി. അങ്ങനത്തെ വിവരക്കേടുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ബ്രാഹ്മണൻ ആര് എന്നുള്ളത് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. അതായത് നമ്മൾ വീണ്ടും പോയിട്ട് ഈ പറഞ്ഞ ഇതിൽ പോയി വീഴരുത്. ആരാ ബ്രാഹ്മണൻ എന്ന് ചോദിച്ചാൽ ഇതാണ് ബ്രാഹ്മണൻ എന്ന് ബ്രാഹ്മണൻ്റെ മുഖത്ത് നോക്കി ബ്രാഹ്മണൻ എന്ന് ആരെങ്കിലും അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ബ്രാഹ്മണൻ്റെ ലക്ഷണമായിട്ട് വേദം അനുശാസിക്കുന്നത്. ഉപനിഷത്ത് വേദത്തിൻ്റെ വേദശാഖയാണല്ലോ, അഥർവത്തിൽ വരുന്നതാണ് ഇത് വജ്രസൂചികം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.